കാല് വെച്ചിട്ട് വേണം കയറാൻ. ഇവിടെ ഒരു പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഹായ്, ഇതാണ് നമുക്ക് ഫോർറണ്ണർ, ടയോട്ടയുടെ ഫോർറണ്ണർ എന്ന് പറഞ്ഞൊരു വെഹിക്കിളാണ് ഇപ്പൊ നമുക്ക് സർവീസ് വേണ്ടത്. അപ്പൊ വാഹനത്തിന്റെ ലുക്ക് തന്നെ കണ്ടില്ല, നല്ലൊരു ഹൈറ്റ്, നല്ലൊരു മാസ് ആയിട്ടുള്ളൊരു ലുക്കാണ്. ബാക്കിലത്തെ വിൻഡോ ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്രണ്ടിലാണ് അതിന്റെ സ്വിച്ച് വരുന്നേക്കുന്നത്. അപ്പൊ വേറൊരു വണ്ടിക്കില്ലാത്തൊരു പ്രത്യേകതയാണ് ഈ ഫോർറണ്ണറിന്റെ ബാക്കിലത്തെ ഡോറിലുള്ളത്. അപ്പൊ നമ്മൾ ഈ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ തന്നെ ഇതിന്റെ ഫുഡ് സ്റ്റെപ്പ്, സാധാരണ വാഹനങ്ങളുടെ ഫുഡ് സ്റ്റെപ്പ് ഈ ഒരു ലെവലിലായിരിക്കും വരുന്നത്. പക്ഷെ ഇത് നമ്മുടെ ഒരു നീ ലെവലില് ഫുഡ് സ്റ്റെപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫുഡ് സ്റ്റെപ്പിലേക്ക് നമ്മൾ വാഹനത്തിൽ കയറണമെങ്കിൽ തന്നെ ഇത്തിരി ഹൈറ്റില് കാല് വെച്ചിട്ട് വേണം കയറാൻ. ഇവിടെ ഒരു പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹാൻഡ് ബ്രേക്ക് ഇവിടെ വലിക്കുന്നത് ഈ ഒരു സ്റ്റൈലാണ്. മറ്റേ നമ്മുടെ ടവേരയിലൊക്കെ വന്ന ഒരു രീതിയിലുള്ള ഒരു ഹാൻഡ് ബ്രേക്കിന്റെയാണ് വന്നേക്കുന്നത്. പിന്നെ ഗിയർ ലിവറിന്റെ മറ്റേ തന്നെ 4 വീൽ ഡ്രൈവ് ആണ്. അപ്പൊ ഇത്രയും ഹെവി വാഹനം കാണുമ്പോൾ അറിയാമല്ലോ 4 വീൽ ഡ്രൈവ് ആണ്. ഗിയർ നോബും ഉണ്ട്, 4 വീലിന്റെ നോബും ഉണ്ട്. ഇതേപോലത്തെ വാഹനങ്ങൾക്ക് പൊതുവെ ഹെവി ടയേഴ്സ് ആണ് ഇത്തിരി കൂടി അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ ഇത്തിരി ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഇത്തിരി പ്രൊജക്ഷനുള്ള ഒരു വീലാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അതിന്റെ അലോവീൽ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള അലോവീൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരു സൈഡിലൊരു വ്യൂ നമുക്ക് ഇതാണ് വരുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ ഓണർ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും.